അവർ തുടങ്ങിയത്. പക്ഷെ അവർക്ക് കിട്ടിയ അറിവുകൾ വെച്ചുകൊണ്ട് അവർ തുടങ്ങി. നമ്മൾ എത്രമാത്രം ആരാധിച്ചാലും നമ്മുടെ പൂർവികന്മാരെ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അത്ര വലിയ ഒരു സമ്പത്താണ് നമ്മുടെ കേരളത്തിന് മാത്രമല്ല രാഷ്ട്രത്തിന് അവർ നൽകിയത്. ഒരുപാട് ഫോറിൻ കറൻസി നമുക്ക് പിന്നെ സമ്പാദിച്ചുകൊണ്ടിരുന്നതാണ്. ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് ഭാരതത്തിന് കിട്ടുന്നതിന് ഒരു പ്രധാന കാര്യമായി ഏലം മാറി എന്നൊന്നും കൂടി കണക്കിലെടുത്താൽ എത്രമാത്രം ആ കാര്യത്തിൽ അവർ സംഭാവന നടത്തി എന്നുള്ളത് വ്യക്തമാണ്. 1958 മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. സ്പെഷ്യൽ സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥനെ പ്രത്യേകിച്ച് നിയമിച്ചു. സ്പെഷ്യൽ സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥൻ അത് ഏല കൃഷിക്ക് എല്ലാ അവസരങ്ങളും കൊടുക്കണമെങ്കിലും കയ്യേറ്റങ്ങൾ തടയണം എന്ന് പറഞ്ഞു. ആരും പറയുന്നില്ല കയ്യേറ്റങ്ങളെല്ലാം ലഭിക്കണമെന്ന്. പക്ഷേ റവന്യൂ വകുപ്പിനും RTOയ്ക്കും പ്രത്യേകമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ കൊടുത്തത് അവർ വഹിക്കണം. അത് കുറയ്ക്കാനായിട്ട് ആരും ഇടപെടും. അത് റവന്യൂ വകുപ്പിൻ്റെതാണ്, റവന്യൂ ഭൂമിയാണ് എന്ന് വ്യക്തമായിട്ട് കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് അന്നൊക്കെ നടത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കൃഷിക്കാർ മുഴുവൻ ഏതാണ്ട് മരണത്തിന് എതിർനിൽക്കുന്ന ഏതാണ്ട് ഭീകരന്മാരാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ കഴിയുക? അങ്ങനെ ചിത്രീകരിച്ചത് തിരുത്താനായിട്ട് തയ്യാറാകണം. കാരണം അവർ ചെയ്തത് വലിയ തെറ്റാണ്. 1965 സ്പെഷ്യൽ സെറ്റിൽമെന്റ് ഓഫീസറെ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ സഹായത്തോടെ ജോലി ചെയ്യാൻ വേണ്ടി നിയോഗിച്ചത് 19/11/1965. ഒരുപക്ഷേ കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടായി അല്ലേ? കേരള കോൺഗ്രസ് പാർട്ടി അപ്പോൾ മുതൽ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. 64 കാലത്ത് എൻ്റെ പിതാവ് ശ്രീ പി ടി ചാക്കോ 1964 ഫെബ്രുവരി മാസത്തിൽ മരണം വന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളിൽ പലരും അന്നത്തെ ഗവൺമെന്റിനെ താക്കീത് ചെയ്തു. ഇങ്ങനെ പോകാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല, കൃഷിക്കാരുടെ കാര്യങ്ങൾ നോക്കണം. എനിക്ക് തോന്നുന്നു ഏറെ കൃഷിക്കാരുടെ കാര്യങ്ങൾ സഹിതം അവർ പറഞ്ഞു. അങ്ങനെ അവസാനം അവർ 15 പേർ ഒത്തുകൂടി ഇനി ഞങ്ങൾ ഇങ്ങനെ ഭരിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന് ആ ഗവൺമെന്റിൽ ഉൾപ്പെട്ടുകൊണ്ടിരുന്ന, ആ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞപ്പോൾ ആദ്യം തമാശായി കേട്ടവർ പിന്നീട് അത് സീരിയസ് ആയിട്ട് കണ്ടു. കാരണം അവിശ്വാസ പ്രമേയമൊന്നും ഈ 15 MLA-മാർ അപ്പോൾ അവരുടെ നിലപാട് അവർ വ്യക്തമാക്കിയപ്പോൾ ആ ഗവൺമെന്റ് അത് കഴിഞ്ഞാണ് അവർ നേതൃത്വത്തിന് പുതിയ പാർട്ടി തന്നെ രൂപം കൊടുത്തത്. അങ്ങനെയാണ് 24 ഒക്ടോബർ 9 ഈ പാർട്ടി ജനിച്ചത്. ഈ പാർട്ടി ജനിച്ചതിൽ തന്നെ കൃഷിക്കാരുടെ പങ്ക് എത്രമാത്രം വലുതാണ് എന്നുള്ളത് വ്യക്തമാണ്. ഈ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ആ പാർട്ടി, അന്നത്തെ നമ്മുടെ പാർട്ടി ശക്തമായിട്ട് പിന്നീട് ഉന്നയിച്ചു. അതുകൊണ്ടാണ് കൃഷിക്കാരുടെ വോട്ട് നേടി പിന്നീട് 65 നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റയ്ക്ക് നിന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അല്ല 2 ഉണ്ടായിരുന്നു. അതായത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 40 സീറ്റ് കിട്ടി, കോൺഗ്രസിന് 34 സീറ്റ് കിട്ടി, കേരള കോൺഗ്രസിന് മൂന്നാമത്തെ കക്ഷി എന്നുള്ളതിൽ ഒറ്റയ്ക്ക് നിന്ന് 25 സീറ്റ് കിട്ടി. ഒരാൾ സ്വതന്ത്രമായിട്ട് ജയിച്ചു. സത്യത്തിൽ 26 സീറ്റിൽ കേരള കോൺഗ്രസ് ജയിച്ചു. എങ്ങനെയാണ് ഈ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലേ? കർഷകരുടെ പ്രശ്നങ്ങൾ ശക്തമായിട്ട് ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ലേ? അന്ന് ഭരണത്തിലേക്ക് ആർക്കും വരാൻ പറ്റിയില്ല. അന്ന് പെട്ടെന്ന് നമുക്ക് യോജിച്ച് ഒരു ഭരണകൂടം ഉണ്ടാക്കാം എന്ന് ആരും തീരുമാനിച്ചില്ല. അതിനു മുമ്പ് 1960 തെരഞ്ഞെടുപ്പിൽ പോലും
പ്രത്യേക താല്പര്യമെടുത്ത് മുന്നണി എന്ന പേര് ഉപയോഗപ്പെടുത്താതെ ഏതാനും കക്ഷികളെ യോജിപ്പിച്ച് നിർത്താൻ പറ്റി. അത് പഠിച്ചു. അങ്ങനെ PSPയെയും മുസ്ലിം ലീഗിനെയും കോൺഗ്രസ് ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരുമിച്ച് നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ഈ കേരളത്തിലെ ഇനിമൂപ്പാട് ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയെ ഭരിച്ചുകൊണ്ടിരുന്ന ഈ കേരളത്തിൽ ഒരു വലിയ മാറ്റം വരുത്തിയത് അങ്ങനെയാണ്. അങ്ങനെ കോൺഗ്രസ് PSP ഒക്കെ ഉൾപ്പെട്ട മുസ്ലിം ലീഗ് ഒക്കെ ഉൾപ്പെട്ട ആ കക്ഷികൾക്ക് ഭരണം കിട്ടി. ആദ്യം ശ്രീ പട്ടത്താളുടെ ഒരു കൊല്ലത്തേക്ക് മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ടാകുന്നത് പട്ടത്താളുള്ള PSP 20 സീറ്റ് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ സീനിയോറിറ്റി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതൊക്കെ പോലെ അത് കഴിഞ്ഞ് 1964 ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഭരണം കഴിഞ്ഞ് ഏതാണ്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ 15 പേർ കൂടി തുടങ്ങിയ പാർട്ടി കേരള കോൺഗ്രസ് കൃഷിക്കാർക്ക് വേണ്ടി ശക്തമായിട്ട് കാര്യങ്ങൾ പങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം 19-11-65 സ്പെഷ്യൽ സെറ്റിൽമെന്റ് ഓഫീസർ എന്ന ഒരു തസ്തിക സൃഷ്ടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് സർവേ അദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് വനം റവന്യൂ വകുപ്പുകൾക്കുള്ള അവസരങ്ങൾ പ്രത്യേകിച്ച് കാണിച്ചുകൊണ്ട് തീരുമാനമായത്. അത് കഴിഞ്ഞ് രണ്ടാം ലോകമഹായുദ്ധം വന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഇല്ലാതായി. കേരളം മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള ആളുകൾ വിഷമത്തിലായി. അങ്ങനെ വന്നപ്പോൾ സർക്കാരുകൾ തന്നെയാണ് ആളുകളെ കൂടുതൽ വലിയ ആൾതാമസമില്ലാത്ത ചില മേഖലകളിലേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെ നമ്മുടെ ഈ മേഖലയിലേക്ക് മറ്റു പലർക്കൊന്നും ആളുകൾ വന്നു. കൂടുതൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാകണം. ഭക്ഷണ പദാർത്ഥങ്ങൾ ലേലവും കൊണ്ടുവല്ലോ. കാപ്പി, കുരുമുളക് ഇഷ്ടപ്പെടും. അതുകൂടാതെ കപ്പ, വാഴ, ചേമ്പ് എല്ലാം കൃഷി ചെയ്തു. അങ്ങനെ അധ്വാനിച്ച് കൃഷി ചെയ്ത് ഈ മേഖലയെ വൻപിച്ച ഒരു കൃഷി സമ്പത്താക്കി മാറ്റിയ ആ കർഷകര് ആ തീരുമാനം ശരിയായി പ്രയോജനപ്പെടുത്തി എന്ന് വേണം പറയാൻ. പക്ഷേ കാപ്പി, തേയില, കുരുമുളക്, തെങ്ങ് എന്നീ കൃഷികളൊക്കെ വന്നപ്പോൾ ചിലർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ CHR എന്ന് പറയുന്ന സ്ഥലത്ത് ഇതൊന്നും പാടില്ല എന്ന് അവർ പറയാൻ തുടങ്ങി. അത് കാരണം ശക്തമായിട്ടുള്ള നടപടി മരം വെട്ടിക്കളയുന്നതിനെതിരായിട്ട് എടുക്കണം എന്ന വാദഗതിയുണ്ടായി. കൃഷിക്കാരെതിരെ നിന്നില്ല. അങ്ങനെ 1986 അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തീരുമാനമുണ്ടായി. ഒരു നിയമം തന്നെ ഉണ്ടായി. കേരള പ്രിവെൻഷൻ ഓഫ് പ്ലേസ് ആക്ട് എന്ന് പറഞ്ഞ നിയമം ഉണ്ടായി. അത് പല മേഖലയിൽ മാത്രമല്ല, താഴെ എറണാകുളത്ത് പോലും, ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് പോലുമുള്ള മരങ്ങൾ വെട്ടുന്നതിന് വേണ്ടി വന്നാൽ തടയാനായിട്ട് കേരള പ്ലേസ് ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയും പറ്റും. അതിനാരും എഴുതിയിരിക്കുന്നില്ല. ഈ സമരത്തിൽ ആ നിയമം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല ഈ സമരത്തിന്റെ ആവശ്യം. ഈ സമരത്തിന്റെ ആവശ്യം വളരെ വ്യക്തമാണ്. വ്യക്തിധാരണമായ രീതിയിൽ കർഷകന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് കാണിക്കത്തക്ക രീതിയിലാണ് ഇന്ന് ഇവിടെ ഈ സമരം നടക്കുന്നത്. ഏതായാലും 1986 എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിൽ 5ാം വകുപ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. CHR മേഖലയിലെ മരങ്ങൾ മുറിക്കുന്നത് സംബന്ധിച്ച് പ്രത്യേകിച്ച് ചില വകുപ്പുകൾ കൊണ്ടുവരികയുണ്ടായി. കൃഷിക്കാരെതിരല്ല. അങ്ങനെ 1955 മുതൽ നമ്മുടെ ഈ മേഖലയിൽ ശക്തമായിട്ട് പല പോരാട്ടങ്ങൾ നടന്നു. കൃഷി നടന്നു. ശക്തമായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നു.
പക്ഷേ കൃഷിക്കാർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് മൂലം കേരള ഫോറസ്റ്റ് പ്രൊഹിബിഷൻ നിയമം എന്നുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് ശരിയാണ്. അതിന് കൃഷിക്കാരെതിരല്ല. ആ നിയമത്തിൻ്റെ പേര് കേരള ഫോറസ്റ്റ് പ്രൊഹിബിഷൻ ഓഫ് ഫെല്ലിംഗ് ഓഫ് ട്രീസ് സ്റ്റാൻഡിംഗ് ഓൺ ലാൻഡ്സ് പെർമനൻ്റ്ലി ഓർ ടെമ്പററി അസൈൻഡ് റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരങ്ങൾ വെട്ടിക്കളയുന്നതിന് പറയുന്നത്. അതിന് വനം വകുപ്പിന് പ്രത്യേകമായ ചില അവകാശങ്ങൾ കൊടുത്തു. പക്ഷെ അതിനകത്ത് പറഞ്ഞു പ്രത്യേകിച്ച് പട്ടയം കിട്ടിയവർക്കോ അല്ലെങ്കിൽ പാട്ടത്തിനെടുത്തവർക്കോ ഉള്ള അവകാശങ്ങൾ തടയുന്നില്ല എന്ന് പറയേണ്ടി വന്നു. അപ്പം അതൊന്നും കൃഷിക്കാർക്കെതിരല്ല. ഞാൻ പറഞ്ഞു വന്നത് ചട്ടങ്ങൾ ധാരാളം ഉണ്ടായി, ഒരുപാട് നിയമങ്ങൾ വന്നു, പിന്നീട് പുതിയ ചില കാര്യങ്ങളൊക്കെ വന്നുവെങ്കിലും ചിലരൊക്കെ വിചാരിക്കുന്നത് കൃഷിക്കാരെ കേരളത്തിൽ ഇല്ലാതാക്കി ഒഴുകി എന്നാണ്. ഏതായാലും ഒരു കാര്യം, റവന്യൂ വകുപ്പിലുള്ള അധികാരങ്ങളിൽ ഈ കാര്യങ്ങൾ എല്ലാം നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ 12-ാം തീയതി നിയമസഭയിൽ ഒരു മന്ത്രി തെറ്റാണിത് എന്ന് വാദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ വ്യക്തമായിട്ട് ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ പ്രകാരം അത് മാറ്റാനായിട്ട് ആരും തയ്യാറായിട്ടില്ലല്ലോ. ഇപ്പോഴും ഉള്ള ആ ചട്ടങ്ങൾ നിലനിർത്തുന്ന വെച്ചുകൊണ്ട് റവന്യൂ വകുപ്പിനുള്ള അവകാശങ്ങൾ മാറ്റാൻ പറ്റുന്നില്ല. CHRന്റെ പരിസ്ഥിതിയിൽ ഹരിത മേഖലയിൽ ഉള്ള അതിനുള്ള പ്രാധാന്യം റവന്യൂ വകുപ്പിന് ഉടമ അവകാശമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. CHRന് ആവശ്യമാണ് ക്ലൈമറ്റ് നിയന്ത്രിക്കുവാനും ആവശ്യത്തിന് മഴ കിട്ടുവാനും ഒക്കെയുള്ള ആവശ്യം വനം വഴി വേണം എന്ന് കൃഷിക്കാർക്ക് വേണ്ടിയാ. അതുകൊണ്ട് അതിനൊന്നും ഒരിക്കലും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 20,000 ഏക്കറിന് ഹെക്ടറിനാണെന്ന് അറിയില്ല പട്ടയം കൊടുത്തിരുന്നു. 50,000 ഏക്കർ സ്ഥലത്തിന് പാട്ടത്തിനായിട്ട് കൊടുത്തിരുന്നു. അതിനൊന്നും ഒരു വ്യത്യാസമില്ലാതെ കാര്യങ്ങൾ പോവുകയാണ്. ഒരു വനം കഴിവതും നിലനിർത്തുകയും ഏലക്കുന്നുകൾ കാലമുഖീനം പറയുന്നത് ഏലക്കുന്നുകൾ വഴി ജീവിക്കുന്നവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടുന്നവർക്കും എന്ന് പറഞ്ഞാൽ ആളുകളുണ്ട്. പ്രയോജനം കിട്ടുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് വ്യക്തമായിട്ട് തീരുമാനമുണ്ടായി. അത് കഴിഞ്ഞ് ചില മാറ്റങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഉണ്ടായി നമ്മൾ ശരിയാണ്. കൃഷിക്കാരെതിരല്ല. 21/4/2001 CRC പ്രഖ്യാപിക്കപ്പെട്ടത്. കാർഡമം ഫോർ റെയിൻ ഫോറസ്റ്റ് കൺസർവേഷൻ പ്രോഗ്രാം എന്ന പേരിൽ cultivators of cardamom should do the needful to preserve forest and plant seeds for new trees. പുതിയ ട്രീ ഗ്രോത്തിനും അവർ സഹായിക്കണം എന്നൊന്നും തീരുമാനമുണ്ടായി. അതിന് കൃഷിക്കാരെതിരല്ല. പുതിയ ട്രീ വന്നോട്ടെ, കൂടുതൽ വനം വന്നോട്ടെ.